ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ മത്സര പരീക്ഷകളിലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് സിംപ്ലിഫിക്കേഷൻ അഥവാ ലഘൂകരണം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം, അതിനുള്ള റൂൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് സിംപ്ലിഫിക്കേഷൻ എന്ന് നോക്കാം. സിംപ്ലിഫിക്കേഷൻ എന്നാൽ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എല്ലാം കൂടിച്ചേർന്ന ഒരു വലിയ എക്സ്പ്രഷനെ, ഒരു വലിയ പ്രോബ്ലത്തിനെ നമ്മൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവസാനം ഒരു സിമ്പിളായിട്ടുള്ള ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്, അവസാനം ഒരു ചെറിയ ആൻസറിലേക്ക് അതിനെ മാറ്റി എഴുതുന്നതിനെയാണ് സിംപ്ലിഫിക്കേഷൻ അഥവാ ലഘൂകരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. 6 × 4 - 2 ÷ 2. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു റൂൾ ഉണ്ട്. ആ റൂൾ അനുസരിച്ച് മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്നുള്ളതാണ്. ആ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡ്മാസ് എന്നാണ് പറയുന്നത്. ബോഡ്മാസ്. എന്താണ് ബോഡ്മാസ് എന്ന് നോക്കാം. ബോഡ്മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡറാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിലുള്ള പ്രോബ്ലംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഓർഡറാണ്. അത് ആ ഫസ്റ്റ്, സെക്കൻഡ്, അങ്ങനെ ആ രീതിയിൽ ഏതാണോ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു ഓർഡറിനെയാണ് ഈ ഒരു ബോഡ്മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബോഡ്മാസിനെ ആദ്യം ബോഡ്മാസ് എന്നതിലെ ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റാണ്. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റിനെ കുറിച്ച് പറയാം. ബോഡ്മാസ് എന്നതിലെ ബ്രാക്കറ്റ് എന്താണ് ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം, സ്ക്വയറായിട്ട് കാണാം, അതുപോലെ കർവായിട്ടുള്ള അത് കാണാം, അതുപോലെ റൗണ്ട് ബ്രാക്കറ്റായിട്ടും കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൗണ്ട് ബ്രാക്കറ്റിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ റൗണ്ട് ബ്രാക്കറ്റിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അഥവാ ആദ്യം ചെയ്യേണ്ടത് റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലെ പ്രോബ്ലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കർവ് ബ്രാക്കറ്റിനുള്ളിലെ പ്രോബ്ലമാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ മൂന്നാമത് ചെയ്യേണ്ടതാണ് എന്ത്? ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള പ്രോബ്ലമാണ് പിന്നെ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അതാണ് ബ്രാക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം പറയാം, ഓവർ. എന്താണ് ഓവർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബ്രാക്കറ്റിലുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിനി ഓവറിൻ്റെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ എന്ന് പറഞ്ഞാൽ 3 × 3. ഇവിടെ നോക്കൂ, 3 × 3 എന്ന് പറഞ്ഞാൽ 3നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കതിനെ സിമ്പിളാക്കിയിട്ട് 3 എന്ന് എഴുതിയിട്ട് മുകളിൽ രണ്ട് തവണ എന്നുള്ള, എത്ര തവണ എന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. 3നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യംഗം എന്നും പറയും. അപ്പോൾ ഇനി 4 × 4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? 4നെ 2 തവണ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, 4⁻². അപ്പോൾ ഇതൊക്കെയാണ് ഓവർ എന്ന് പറയുന്നത്. അതുപോലെ 7 × 7 × 7 എന്ന് പറഞ്ഞാൽ 7 3 തവണ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ 7 എഴുതിയിട്ട് മുകളിൽ 3 എഴുതിയിട്ടുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇപ്പോൾ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രാക്കറ്റിലുള്ള പ്രോബ്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഓവറുകളാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഡിവിഷനെ പറ്റി പറയാം. അപ്പോൾ മൂന്നാമത് വരുന്ന ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ അതിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പരിഗണനയാണുള്ളത്. ഈക്വൽ ആയിട്ടുള്ള സ്ഥാനമാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഉള്ളതെന്നുള്ളത് ഓർമ്മിക്കണം. അപ്പോൾ ഒരേ പരിഗണനയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, 3 × 4 ÷ 3. അപ്പോൾ ഇതിൽ നോക്കൂ, ഇൻറ്റു ഡിവൈഡും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള പരിഗണനയുണ്ട്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്. ഇടത്ത് ഭാഗത്തുള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ട് വലത്ത് ഭാഗത്തുള്ളത് ചെയ്യാവൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതിൽ ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ 3 × 4 ആണ് ആദ്യം ചെയ്യേണ്ടത്.
മനസ്സിലായല്ലോ. അതുപോലെ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 4/4 × 6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ളതേ ചെയ്യാവൂ, എന്നിട്ട് റൈറ്റിലുള്ളതേ ചെയ്യാം. അപ്പോൾ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. ഈ ആൻസർ കണ്ടെത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരേ പരിഗണനയാണെങ്കിൽ നമ്മൾ ആദ്യം ഇടതുഭാഗത്തുള്ളത് ലെഫ്റ്റ് സൈഡിലുള്ളത് ചെയ്യാവൂ, എന്നിട്ട് ആ ആൻസറിനെ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. ഇനി ഇതിൽ അഡീഷനും സബ്ട്രാക്ഷനെ കുറിച്ച് പറയാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡീഷനും സബ്ട്രാക്ഷനും ഒരേ പരിഗണനയാണുള്ളത്, രണ്ടിനും തുല്യമായ സ്ഥാനമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോബ്ലത്തിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒന്നിച്ച് വന്നു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകാവൂ. അപ്പോൾ എന്ത് വേണം, ആദ്യം നമ്മൾ 3+4 ആണ് ചെയ്യേണ്ടത്, എന്നിട്ട് 2 - ചെയ്യണം. അതുപോലെ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ആദ്യം നമ്മൾ 5 - 3 ആണ് ചെയ്യേണ്ടത്, എന്നിട്ട് നമ്മൾ 6 ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഈ ഒരു ഓർഡറിൽ ചെയ്യുന്ന ഇതിനെയാണ് ബോഡ്മാസ് റൂൾ എന്ന് പറയുന്നത്. ബോഡ്മാസ് റൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്തിട്ട് മാറ്റേണ്ടത്, സിംപ്ലിഫൈ ചെയ്യേണ്ടത് ഈ റൂള് ഉപയോഗിച്ചാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് 12 × 8 - 4/4. അപ്പോൾ ഇതിലാദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവൈഡും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ മുൻഗണനയാണുള്ളത്. അപ്പോൾ അതിലാദ്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു, എന്നിട്ടേ റൈറ്റ് സൈഡിലുള്ളത് ചെയ്യാവൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ലെഫ്റ്റ് സൈഡിലുള്ളത് 12 × 8, 12നെ 8 കൊണ്ട് ആദ്യം ഗുണിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ടേ ഇത് ചെയ്യാവൂ. അപ്പോൾ 12 × 8 ഇവിടെ ചെയ്തു, 96 കിട്ടും. എന്നിട്ട് ഇതതുപോലെ തന്നെ 4/4. ഇനി എന്ത് ചെയ്യണം, 96 എഴുതിയിട്ട് 4/4 ഇനി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ലാസ്റ്റ് എന്ത് കിട്ടും, 96 - 1 95 ഫൈനൽ ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. 12 - 16/4 + 3 × 2. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനുമാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിട്ടാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലേ ചെയ്യണ്ടേ, അങ്ങനെയാണല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താണ് ആദ്യം ഉള്ളത്, മൾട്ടിപ്ലിക്കേഷൻ അല്ല ഡിവിഷനാണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്യാം. അപ്പോൾ 12 ഇവിടെ എഴുതുക, എന്നിട്ട് മൈനസ് ഇടുക. 16/4 ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് 16/4 എന്ന് പറഞ്ഞാൽ 4 ആൻസർ കിട്ടി. ബാക്കിയുള്ളത് അതുപോലെ എഴുതി, പ്ലസ് 3 × 2 എഴുതി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നുമല്ല, നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക, 12 - 4 എഴുതുക, പ്ലസ് ഇടുക, എന്നിട്ട് 3 × 2 ഇവിടെ എഴുതുക, 6. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ മൈനസും പ്ലസ്സും ആണ്, രണ്ടിനും തുല്യമായിട്ടുള്ള പരിഗണനയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം എഴുതണം. അപ്പോൾ 12 - 4 ആദ്യം എഴുതി. അപ്പോൾ 12 - 4 ആണ് 8 ആണ്, പ്ലസ് ഈ 6 എഴുതി. ഇനി ലാസ്റ്റ് എന്ത് കിട്ടും, 8 + 6 14. ഇതാണ് ഫൈനൽ ആൻസർ. ഇനി തേർഡ് പ്രോബ്ലം നോക്കാം. 6 × 4 - 2/2 ആണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണ്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരേ പരിഗണനയാണ്, പക്ഷേ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം ചെയ്യണം. 6 × 4 ആണ് ആദ്യം എഴുതേണ്ടത്, 24. എന്നിട്ട് -2/2 എഴുതുക, അത് തന്നെ എഴുതുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ മൈനസ് ആദ്യം ചെയ്യരുത്, ആദ്യം ചെയ്യേണ്ടത് ഡിവൈഡാണ്. അപ്പോൾ 24 എഴുതുക, മൈനസ് ഇടുക, എന്നിട്ട് 2/2 എന്ന് പറഞ്ഞാൽ 1 എഴുതുക. ഇനി ലാസ്റ്റ് 24 - 1 23. സിമ്പിളാണല്ലോ. ഇനി ഫോർത്ത് പ്രോബ്ലം നോക്കാം. 20 + 6 / 36/3 - 2 × 3. അപ്പം ഇതിൽ കാണാം കുറേ ബ്രാക്കറ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാക്കറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൗണ്ട് ബ്രാക്കറ്റിലുള്ള പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കർവ് ബ്രാക്കറ്റാണ്, അത് കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റാണ്. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യണം, റൗണ്ട് ബ്രാക്കറ്റിലുള്ള പ്രോബ്ലം ചെയ്യാം. അപ്പോൾ 20 + 6 / അതെല്ലാം അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് 36/3 ആദ്യം ചെയ്യാം. 36നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 12 ആണ്, -2 × 3. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്
നെക്സ്റ്റ് റൗണ്ട് ബ്രാക്കറ്റ് 2 ഇൻറ്റു 3 ആണ്. അപ്പം 20 + 6 എഴുതുക ഡിവൈഡഡ് ബൈ 12 എഴുതി മൈനസ് 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ അത് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റൗണ്ട് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിനാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 20 + 6 അതുപോലെ എഴുതുക ഡിവൈഡഡ് ബൈ 12 - 6 ചെയ്യാം. അപ്പോൾ 6 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഒന്ന് ആഡ് ചെയ്യാനാണ്, പിന്നെ ഒന്ന് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പ്രിയോറിറ്റി നമ്മൾ ആദ്യം മുൻഗണന വരുന്ന ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ 20 എഴുതുക പ്ലസ് 6 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 1 എഴുതുക ഈക്വൽസ് 20 + 1 എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ ഫൈനൽ ആൻസർ 21 കിട്ടി. ഓക്കെ. അപ്പോൾ എന്താണ് സിംപ്ലിഫിക്കേഷൻ എന്നും ബോഡ്മാസ് റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതെന്നും നമ്മളിപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.